സ്റ്റോറി പ്രണയിനി. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഹോം നേഴ്സോ? ശ്രീകുട്ടന്റെ നെറ്റി ചുളിഞ്ഞു. അതെ, നീ അവളെ കുറിച്ചല്ലേ പറയുന്നത്, ആ ആര്യ. അത് കേട്ട് ശ്രീ ആദ്യം നോക്കിയത് ഭദ്രനെയാണ്. ആളവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ്. ആര്യോ? അതിനെനിക്ക് കെട്ടാൻ അവളുടെ കെട്ടിയോ സമ്മതിച്ചിട്ട് വേണ്ടി, ഇത് വേറെ ആളാ. അത് പറയുമ്പോ ശ്രീകുട്ടന് ചിരി വന്നിരുന്നു. നീ അവളുടെ അഡ്രസ് ഇങ്ങത്താ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പറ്റില്ല. എന്നിട്ട് പണ്ട് ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ച പോലെ അവളെ ഒഴിവാക്കാനല്ലേ? അതെന്തായാലും നടക്കില്ല. അവൻ പറയുന്നത് കേട്ട് മുത്തശ്ശനും ആദിനന്ദയും തറഞ്ഞു നിന്നു. കാരണം ശ്രീകുമാറിന്റെ കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്നും അവൾക്കൊരു മകനുണ്ട്, ആ മകനാണ് ഭദ്രനെന്നും ആ സ്ത്രീ മരിച്ചപ്പോ അനാഥനായ ഭദ്രനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും മാത്രമാണ് ആദിനന്ദ ശ്രീകുട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എങ്ങനെ അവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന ചിന്ത ആദിനന്ദയും മുത്തശ്ശനെ അലട്ടി. എന്തായാലും ഇവൻ ഇത്രയും വാശി പിടിക്കുന്നല്ലേ, അപ്പോ നാളെ ആ പെൺകുട്ടിയുടെ വീട് വരെ നമുക്കൊന്ന് പോയാലോ? അത്ര നേരം മിണ്ടാതിരുന്ന ഭദ്രൻ ഒരു ഗൂഢച്ചിരിയോടെ ചോദിച്ചു. പോയി കാണുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ നിലക്കും വിലക്കും ചേർന്നാവണം. പിന്നല്ലാതെ നമുക്ക് പിന്നെ നിലയും വിലയും വിട്ടൊരു കളിയുമില്ല. എടാ ശ്രീകുട്ട, ഞങ്ങൾ നാളെ കൂടെ വരും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കല്യാണം നടക്കൂ. ഭദ്രന്റെ സംസാരത്തിന്റെ അർത്ഥതലങ്ങൾ കൃത്യമായി മനസ്സിലായ ശ്രീകുട്ടൻ ചിരി അടക്കി പിടിച്ച് തലയാട്ടി. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ പൊടിമോൾ ജോലിക്ക് പോയിരുന്നില്ല. അതിനാൽ പതിവിലും വൈകിയാണ് എല്ലാവരും ഉണർന്നത്. കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉള്ളതിനാൽ രാവിലെ സന്ദീപ് മക്കളെ ഭദ്രാമ്മയുടെ അടുത്താക്കിയിട്ട് പോയി. രണ്ടുപേരും നല്ല കുറുമ്പികളാണ്. കൺമണി ഏതു സമയം ഭദ്രാമ്മയുടെ പിന്നാലെയാണ്. ഏതു സമയവും അമ്മ എടുത്തുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അമ്മൂമ്മ അമ്മൂമ്മ എന്ന് പറഞ്ഞ് പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കും. ഭദ്രാമ്മ രാവിലെ കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കുകയാണ്. ഒരു കൈയിൽ കൺമണിയും ഉണ്ട്. തൊട്ടപ്പുറത്ത് അമ്മാളു പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണ്. അമ്മാളു, നീ ഒന്ന് മോളെ എടുക്കാമോ? ഞാൻ പോയത് കുളിച്ചിട്ട് വരാം. കണ്ണകിയെ അമ്മാളുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പൊടിമോള് റൂമിലേക്ക് പോയി. കണ്ണി. അമ്മാള് കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അവളെ എടുത്ത് നീളൻ ചൂലുമായി അമ്മാള് മുറ്റം അടിക്കാൻ തുടങ്ങി. ഉമ്മറത്തെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. അവൾ മുറ്റോടി നിർത്തി സംശയത്തോടെ തല ഉയർത്തി നോക്കി. ആ, ഏട്ടനൊരു കുഞ്ഞുണ്ടായിരുന്നോ? ശ്രീ പതിയെ ചോദിച്ചു. അത് സന്ദീപിന്റെ ഒച്ചാട. ബാക്ക് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആദിനന്ദയെ കണ്ട് അമ്മാളുവിന്റെ നെറ്റി തുളിഞ്ഞു. ആദിയുടെ മുത്തശ്ശന്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല. ഒരു നിമിഷം ശ്രീ തങ്ങളെ കള്ളം പറഞ്ഞു കൊണ്ടുവന്നതാണോ എന്ന് പോലും അവർ ചിന്തിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന ഭദ്രനെ കണ്ട് അമ്മാളുവിന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. തന്റെ പഴയ ഭദ്രന്റെ അതേ രൂപം, ആ ഷർട്ടും മുണ്ടും നെറ്റിയിലെ ചന്ദനക്കുറിയും. എന്നാൽ അതിനേക്കാൾ അവളെ അത്ഭുതപ്പെടുത്തിയത് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്രീകുട്ടനെ കണ്ടാണ്. അവനും ആകെ മാറിയിട്ടുണ്ട്. വൈറ്റ് ഷർട്ടും ബ്ലൂ പാന്റുമാണ് വേഷം. പണ്ട് ക്ലീൻ ഷേവ് ചെയ്ത് കൊച്ചു പയ്യനായിരുന്നു. പക്ഷേ ഇപ്പോ താടിയും മീശയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. അതെല്ലാം കൂടി ഭംഗിയിൽ കെട്ടിവച്ചിരിക്കുന്നു. എന്താ അമ്മാളു ചേച്ചി ഇങ്ങനെ അന്തപ്പെട്ട് നോക്കുന്നേ? ശ്രീ അവളുടെ തൊട്ടും മുന്നിൽ വന്നു നിന്ന് കുലുങ്ങി വിളിച്ചു. നീ നടക്കാൻ തുടങ്ങിയോ? ഇന്നലെ വിളിച്ചപ്പോ പോലും പറഞ്ഞില്ലല്ലോ. അമ്മാളു ചേച്ചിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ പറയാതിരുന്നേ. അപ്പോഴേക്കും അമ്മാളുവിന്റെ കയ്യിലിരിക്കുന്ന കണ്ണകി ബോൾ ശ്രീകുട്ടന്റെ ഷർട്ടിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന സൺഗ്ലാസ് കണ്ട് അവൾ ശ്രീകുട്ടന്റെ മേലേക്ക് ചാടാൻ നിന്നു. അയ്യോടെ വാവേ. ശ്രീ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അമ്മാളുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി. ശ്രീകുട്ട, എന്താ ഇതൊക്കെ? നീ എന്ത് പറഞ്ഞിട്ടാ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? ഈ നശിച്ച നാട്ടിലേക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അമ്മ ഇപ്പൊ തന്നെ ടെൻഷനാവാതെ, ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അവൻ അർത്ഥം വച്ച് പറഞ്ഞ് അമ്മാളുവിന് നേരെ തിരിഞ്ഞു. നമ്മുടെ ആളിവിടെ ഇല്ല അമ്മാളു ചേച്ചി. എന്നാ വാ. അവൻ കുഞ്ഞുമായി അകത്തേക്ക് നടന്നു. വരൂ. അമ്മാളു ആദിനന്ദയും മുത്തശ്ശനെയും വിളിച്ചു. അവർ താല്പര്യമില്ലാതെ ശ്രീകെട്ടിന് പിന്നാലെ അകത്തേക്ക് കയറി. എന്നെ പറ്റിക്കായിരുന്നല്ലേ? കാറിൽ ചാരി നിൽക്കുന്ന ഭദ്രന്റെ മുന്നിൽ വന്നുകൊണ്ട് അവൾ ഇടുപ്പിൽ കൈകുത്തി നിന്നു. ഞാനോ? അതും എന്റെ അമ്മാളു കൊച്ചിനെയോ? ദേ, അധികം അഭിനയിച്ച് കഷ്ടപ്പെടണ്ട. ഇന്നലെ വരെ സ്ത്രീക്ക് ഒരു മാറ്റവും ഇല്ലാന്നല്ലേ നീ പറഞ്ഞത്?
അത് പിന്നെ എന്റെ കുട്ടിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഏട്ടൻ കള്ളം പറഞ്ഞതല്ലേ. ഏട്ടനല്ല, നിങ്ങൾ കാട്ടാളനാണ്. അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. ഭദ്രൻ ഇപ്പോഴും കാറിൽ ചാരി തന്നെ നിൽക്കാണ്. ഇനി നിങ്ങൾ അകത്തേക്ക് എഴുന്നള്ള താലപ്പൊലി എടുത്തിട്ട് വരണം. അതൊക്കെ എന്റെ കൊച്ചിന് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് തൽക്കാലം അതൊന്നും വേണ്ട. അവൻ അകത്തേക്ക് കയറി പോകുന്നതിനിടയിൽ അവളുടെ പിൻകഴുത്തിലൊന്ന് ഇക്കിളിയാക്കി. പൊടിമോള് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് ആദ്യം ഒന്ന് അമ്പരന്നു. ശ്രീയെ കണ്ട് അവൾ ഒരു നിമിഷം അത്ഭുതത്തോടെ നിന്നു. ഇവരൊക്കെ? ഭദ്രനെ നോക്കിയാണ് അവളുടെ ചോദ്യം. ഇത് ശ്രീകുട്ടന്റെ മുത്തശ്ശനും അമ്മയാണ്. ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇത് ആര്യയുടെ വീടാണോ? ഹാളിന്റെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അതെ. ഇപ്പൊ അകത്തേക്ക് പോയില്ലേ ഒരു പെൺകുട്ടി? അതാ ഞാൻ പറഞ്ഞ ആള്. പേര് സംഗീത. പൊടിമോളെന്ന് വിളിക്കും. ഇവിടെ അടുത്തുള്ള ഒരു അക്ഷയ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ആര്യയും സംഗീതയും തമ്മിലുള്ള ബന്ധം? ആദ്യ സംശയത്തോടെ ചോദിച്ചു. എന്റെ അനീതിയാ, അമ്മാള് പറഞ്ഞു. അപ്പോഴേക്കും ഹാളിലേക്ക് പൊടിമോൾ ഇറങ്ങി വന്നു. അവൾക്ക് പിന്നാലെ കയ്യിൽ ഒരു കുഞ്ഞുമായി ഇറങ്ങി വരുന്നവളെ കണ്ട് മുത്തശ്ശനും അമ്മയും അന്താളിപ്പോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ശ്രീകുട്ട, എന്താ ഇത്? ഇത് നടക്കില്ല. ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്ന്. നന്ദ വാ. ആദിന്ദ ഭയത്തോടെ ഭദ്രന്റെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാ ശരിയാവോ ആദിനന്ദ? ഭദ്രാമ്മ പറയുന്നത് കേട്ട് അവർ ആകെ വിയർത്തു. ഇവിടെ ഇരിക്കമ്മ, നമ്മൾ എന്തായാലും വന്നു. ഇനി ശ്രീകുട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് പോയാ മതി. ഭദ്രൻ അമ്മയെ തന്റെ അരികിൽ പിടിച്ചിരുത്തി. ഞങ്ങൾ വന്നത് പൊടിമോളെ കല്യാണം ആലോചിക്കാനാ. ഇത് ഇവന്റെ അമ്മ ആദിനന്ദ, ഇത് മുത്തശ്ശൻ. കോട്ടയത്തെ വലിയ തറവാട്ടുകാരാ, കോവിലകം. ഭദ്രൻ പറഞ്ഞു നിർത്തി. നന്നായി അറിയാം. ഭദ്രാമ്മ പുച്ഛത്തോടെ പറഞ്ഞു. അമ്മയും മുത്തശ്ശനും ഇവരോട് വല്ലതും സംസാരിക്കുക. എന്നാലല്ലേ നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്നവരാണോന്ന് മനസ്സിലാവും. സ്ത്രീയുടെ വകയായിരുന്നു ആ ചോദ്യം. ഞങ്ങൾ ശ്രീകുട്ടന്റെ ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. അമ്മ പതർച്ച പുറത്ത് കാണിക്കാതെ പറയാൻ ശ്രമിച്ചു. അതായിരുന്നു, ഞാൻ കരുതി എന്നീന്ന് തട്ടിയെടുത്ത ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മകനെ തിരികെ തരാൻ വന്നതായിരിക്കുന്നു. അത് കേട്ട് ഭദ്രന്റെ കയ്യിലുള്ള ആദിനന്ദയുടെ പിടിമുറുകി. നമുക്ക് പോവാനെന്താ? അമ്മയുടെ കൂടെ വാ മോനെ, അവർ ദയനീയമായി വിളിച്ചു. നിന്റെ അമ്മയെ വിട്ട് നിനക്ക് ഇവരുടെ ഒപ്പം പോണോടാ ശ്രീകുട്ട? ഭദ്രയുടെ ആ ചോദ്യത്തിൽ ആനന്ദ വിറച്ചുപോയി. മതി, നിർത്ത്. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. ശ്രീകുട്ട, നന്ദ, എഴുന്നേക്ക്. ആനന്ദയും മുത്തശ്ശനും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും ഭദ്രന്റെ പിടി അയാളുടെ കയ്യിൽ വീണിരുന്നു. അങ്ങനെ എല്ലാത്തിനും അങ്ങ് ഒളിച്ചോടി പോയാലോ മുത്തശ്ശ? ഇന്ന് എല്ലാത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ശ്രീകുട്ടൻ തീർത്തു പറഞ്ഞു. വേണ്ട, ഒരു തീരുമാനം ഉണ്ടാക്കണ്ട. ഇവൻ എന്റെ മോന, എന്റെ നന്ദൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ആനന്ദ ഭ്രാന്തമായി പറഞ്ഞ് ഭദ്രനെ അടക്കി പിടിച്ചു. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഭദ്രൻ പറഞ്ഞത് കേട്ട് ആനന്ദയുടെ നെറ്റി ചുളിഞ്ഞു. ജീവിതകാലം മുഴുവൻ എന്നെ ഒരു പൊട്ടലാക്കി കൂടെ നിർത്താന്ന് കരുതിയോ? അവന്റെ ചോദ്യത്തിൽ ആദിനന്ദയുടെ പിടി പതിയായി. അവരിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞുകൂടി. നന്ദ, ഇവര് പറയുന്നൊന്നും നീ വിശ്വസിക്കരുത് മോനെ. ഇതൊക്കെ നിന്നെ എന്നീന്ന് അകറ്റാൻ ഇവരുണ്ടാക്കിയ കള്ളക്കഥകളാ. അതിന് ഇതൊന്നും ഇവരാരും പറഞ്ഞു തന്നല്ല, നിങ്ങളുടെ നാവിന്ന് തന്നെയാ ഞാൻ ഇതൊക്കെ കേട്ടത്. എല്ലാം അറിഞ്ഞിട്ട് ഞാനൊന്നും അറിയാത്ത പോലെ നിങ്ങളുടെ എല്ലാം മുന്നിൽ അഭിനയിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പൊട്ടനാക്കിയ പോലെ ഞാനും നിങ്ങളെ പൊട്ടിയാക്കി. ഇയാളെ ചെയ്യാത്ത തെറ്റിന് ജയിലിലാക്കിയത് ഞാൻ തന്നെയാ. മോനെ നന്ദ, നീ അമ്മയോട് ക്ഷമിക്ക്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഇത് ആവർത്തിക്കില്ല. എന്റെ പൊന്നു മോനല്ലേ, അമ്മയുടെ കൂടെ വാ. എന്റെ മോനില്ലാതെ അമ്മയ്ക്ക് പറ്റില്ലടാ. ഇത്രയും കാലം ഞാൻ ശ്രീകുട്ടനോട് പോലും കാണിക്കാത്ത സ്നേഹ നിനക്ക് തന്നിട്ടുള്ളത്. അമ്മയുടെ മോൻ വാ. അതെങ്ങനെ ശരിയാകുക ആനന്ദ? ഒരു വർഷം കൊണ്ട് മാത്രം പരിചയമുള്ള ഇവനെ നിനക്ക് പിരിയാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ നൊന്ത് പ്രസവിച്ച എന്റെ അവസ്ഥയോ അവന്റെ ഭാര്യയുടെ അവസ്ഥയോ? ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ എല്ലാ സ്വത്തുക്കളും തരാം. എനിക്കെന്റെ നന്ദനെ മാത്രം മതി.
ഒന്ന് പറച്ച എന്റെ മോനെ എനിക്ക് തരാൻ. മതി, നിർത്തമ്മേ. എല്ലാം പണത്തിന്റെ അളവുകോൽ ഉപയോഗിച്ച് നോക്കുന്നത് പണത്തിന്റെ അഹന്തയാ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ചെറുതാവല്ലേ, പ്ലീസ്. ശ്രീകുട്ടൻ താഴ്മയോടെ പറഞ്ഞു. എന്റെ നന്ദന് വേണ്ടി ആരുടെ മുന്നിലും താഴാൻ എനിക്കൊരു മടിയുമില്ല, ആരുടെ കാല് പിടിക്കാനും മടിയില്ല. വേണ്ട, എന്നെ ഇനി ആ പേര് വിളിക്കണ്ട. ഞാൻ നന്ദനല്ല, ശ്രീഭദ്രനാ, ഈ നിൽക്കുന്ന ഭദ്രയുടെ മകൻ. നിങ്ങൾക്ക് വേദനിക്കുന്നില്ല ഇപ്പോ? സ്വന്തം എന്ന് കരുതി ഇത്രയും കാലം ചേർത്ത് പിടിച്ചത് അകന്നു പോകുമ്പോ അതിന്റെ 1000 ഇരട്ടി എന്റെ അമ്മ സങ്കടപ്പെട്ടിട്ടുണ്ട്, എന്റെ ഭാര്യ സങ്കടപ്പെട്ടിട്ടുണ്ട്. മതി, ഇതോടെ നിർത്താം എല്ലാ അഭിനയവും. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. മോനെ നന്ദ, അമ്മ പറയുന്നത് ഒന്ന് കേൾക്കടാ. വേണ്ട ശ്രീകുട്ട, വിളിച്ചിട്ട് പോവരെ. ഭദ്രൻ അതും പറഞ്ഞ് തന്റെ റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. ഹാളിൽ നിന്നും ആദിനന്ദയുടെ കരച്ചിലും ബഹളവും കേൾക്കാം. പക്ഷെ അവൻ ഒന്നിനും ചെവി കൊടുത്തില്ല. അവരെ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു, പക്ഷെ ഇപ്പോ അതിനിരട്ടി വെറുക്കുന്നുമുണ്ട്. അവൻ കണ്ണുകൾ ഇറുക്കി തലയിണയിലേക്ക് മുഖം ചേർത്ത് കിടന്നു. കുറച്ചു കഴിഞ്ഞതും പുറത്തെ ബഹളം നിലച്ചു. കാറ് പോകുന്ന ശബ്ദം കേട്ടുവെങ്കിലും ഭദ്രൻ കിടന്നെടുത്ത് നിന്ന് എഴുന്നേറ്റില്ല. കുറച്ചു കഴിഞ്ഞതും തന്റെ അരികിലായി അമ്മാള് വന്നിരുന്നതും നെറുകയിൽ തലോടുന്നതും അവൻ അറിഞ്ഞിരുന്നു. കുറച്ചുനേരം എന്റെ അരികിൽ കിടക്കുവോ പെണ്ണെ? കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതും അമ്മാളു വാതിൽ ചാരി അവന്റെ അരികിലായി വന്ന് കിടന്നു. തുടരും.